അപ്പൊ ഇന്ന് നമ്മുടെ ജോടെ ഇന്നലെ സെലിബ്രേറ്റ് ഒക്കെ ചെയ്തു. അപ്പൊ നമ്മുടെ നിമിഷയും ചാച്ചനും വിദ്യാന്റി ഒക്കെ വന്നിട്ടുണ്ട്, പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലെ ബർത്ത്ഡേ നമ്മളെല്ലാം അടിച്ചു പൊളിച്ചല്ലേ? ഇന്ന് അതിന്റെ ക്ഷീണം കാരണം ഞങ്ങളെല്ലാം ഇരുന്നോടത്ത് തന്നെ പക്ഷെ ഞങ്ങള് ക്ഷീണം കാരണം നാളത്തേക്ക് മാറ്റി വെച്ചു. നല്ലൊരു ദിവസമായിരുന്നു, അടിച്ചു പൊളിച്ചു, ഒത്തിരി ആൾക്കാർ വന്നു. നമ്മൾ വിചാരിച്ചതിലും ഭയങ്കര ഗ്രാൻഡ് ആയിട്ട്. പിന്നെ നമ്മള് ഡെക്കറേഷൻ ഒക്കെ ആണെങ്കിലും നമ്മളെല്ലാരും കൂടെ ആണ് ചെയ്തത്. ഔസേപ്പച്ചനും ചാച്ചനും സോനും ഒക്കെ വന്ന് ഞങ്ങൾ ലേറ്റ് ആയി പോയെങ്കിലും ഞങ്ങൾ വന്ന് എല്ലാം അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരു ഹാർഡ് വർക്ക് ആണ് ആ ഡെക്കറേഷൻ അത്രയും ഭംഗിയായത്. അല്ലെങ്കിൽ ഞങ്ങൾ തീർക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു കേട്ടോ. എന്തായാലും അതെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയാ, പിള്ളേരും കൊച്ചുമക്കളും എല്ലാരും ഒരുമിച്ച് വന്നു. എല്ലാരും കാണാൻ പറ്റില്ല. പപ്പയുടെ ഒക്കെ സൗണ്ട് പോയിരിക്കല്ലേ? ഇഷ്ടപ്പെട്ടോ? ബർത്ത്ഡേ ഇഷ്ടപ്പെട്ടോ? പാർട്ടി ജോയ്ക്ക് ഇഷ്ടപ്പെട്ടോടാ? ബർത്ത്ഡേ ഇഷ്ടപ്പെട്ടായിരുന്നോ? അതെ അതെ. അവരോട് ഒരു ദിവസം ഒരു ഗെയിം അല്ല ഒരു ഗിഫ്റ്റ് പൊട്ടിക്കാവെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ നിറയ്ക്ക് ചെറിയ വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? പനിയൊക്കെ പക്ഷെ ഇപ്പൊ കുറവുണ്ട്. മിറ എന്തേ? മിറ വീഡിയോയിൽ ഇല്ലല്ലോ. മിറ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതെ, നമ്മുടെ റിവ്യൂ വരുന്നുണ്ട് ഇവിടെ. അതെ, ഞങ്ങളെല്ലാവരും അടുത്തിരിക്കുകയാണ്. നമ്മുടെ വീട് ശരിക്കും നല്ല ഉണർന്നു. കൊച്ചുപിള്ളേരൊക്കെ വന്നപ്പോ ഒരു രസമായി. അതെ, നല്ല രസമായി, നല്ല ഓളമായി. യോഹാനാണെങ്കിലും നല്ല ആക്റ്റീവായി. ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു, അവരിന്ന് രാവിലെ തിരിച്ചു പോയി. ഞങ്ങളുടെ ഏഞ്ചലോ ബേബി ഫ്രണ്ടിന്റെ അവരുണ്ടായിരുന്നു, രാവിലെ പോയി ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഈ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. അടുത്ത എന്താണ് പരിപാടി? ഔട്ടിങ്ങിന് പോണോ? ഇച്ചേനും അവസരത്തിനൊക്കെ ഉറങ്ങാൻ റെഡി ആയിട്ടിരിക്കണം. അപ്പൊ ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യണം, വല്ലപ്പോഴും നമ്മൾ ഒരുമിച്ച് കിട്ടത്തുള്ളൂ അല്ലെ? എല്ലാരും ഒരുമിച്ച്. അപ്പൊ അങ്ങനെ നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. അത് ഭയങ്കര സന്തോഷമാണ് എല്ലാരും കൂടെ ഇങ്ങനെ ഒരുമിക്കുമ്പോ. ചിലര് ഗെയിം കളിക്കാൻ റെഡി, ചിലര് പാട്ട് പാടാൻ, ചിലര് ഉറങ്ങാൻ. നാളെ നിമിഷക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ നാളെ രാവിലെ ഞങ്ങൾ വെളുപ്പിനെ മാറ്റാൻ വേണ്ടി പറഞ്ഞോണ്ടിരിക്കുകയാണ്. നമുക്ക് വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുകയും പപ്പടോടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അത് സാധിച്ചു. എന്നാ ശരി, ഇന്ന് ഒരു ദിവസം കൂടെ ആവട്ടെ, നാളെ പോകാൻ കഴിയും. അല്ലെ ഇന്ന് വൈകുന്നേരം പോകാനായിട്ടിരുന്ന ഇനി
മിറയുടെ ബർത്ത്ഡേ വരുന്നുണ്ട് അടുത്ത മാസം. അപ്പൊ അന്ന് ഇവര് അങ്ങോട്ട് ഇതുപോലെ ഞങ്ങൾ ഒന്നും കൂടെ കൊടുക്കണം. അവിടെ ഞങ്ങൾക്ക് ഒരു വിഷമില്ല. ഇപ്പൊ പോയാലും നാളെ പോയാലും നമ്മൾ ഉടനെ തന്നെ മാർച്ച് 14 ആകും. അവരുടെ മിറയുടെയും ബർത്ത്ഡേ തന്നെ വലിയ വ്യത്യാസമില്ല. ആകെ 2 ആഴ്ചത്തെ വ്യത്യാസമുള്ളൂ. അപ്പൊ റീവിന്റെ ബർത്ത്ഡേ ഏത് മാസമായിരുന്നു? ഫൈനലി അപ്പൊ നമ്മള് ഗെയിം കളിക്കാനായിട്ട് തീരുമാനിച്ചേക്കണേ. അപ്പൊ എന്നാ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇംഗ്ലീഷ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഫുൾ മലയാളത്തിൽ സംസാരിക്കാം. നമ്മൾ ഫുൾ ശുദ്ധമായ മലയാള ഭാഷ സംസാരിക്കുക. ഒരു 5 minutes അല്ലേ? ഓസ്ട്രേലിയൻ മലയാളം. അപ്പൊ നമ്മള് ടൈമർ വെക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് ടേൺ വെക്കുവാണ്. അതായത് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നേരം ഇപ്പൊ 5 minutes ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നേരം പറയുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് വേണം. അപ്പൊ ആരാണോ അങ്ങനെ 5 minutes ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്ന അവരായിരിക്കും ഗെയിമിലെ വിന്നർ. അപ്പൊ നമ്മളൊരു ഗിഫ്റ്റ്. അപ്പൊ ടൈമർ ഞങ്ങൾ പപ്പേനെ ഏൽപ്പിക്കാൻ പോകും. കാരണം പപ്പയ്ക്ക് തൊണ്ട വയറിന് പപ്പയ്ക്ക് സംസാരിക്കാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പപ്പയാണ് എന്താ പറയുക ജഡ്ജ് ആയിട്ട് വെച്ചേക്കുന്നത്. ഞങ്ങൾ കണ്ടുപിടിക്കുക, അടിയുണ്ടാക്കിയ സമാധാനം ഉണ്ടാക്കുക, അതെല്ലാം പപ്പയുടെ ജോലിയാണ്. നമ്മുടെ ചാച്ചനിലേക്ക് പോവാണ്. ചാച്ച അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്നാ? എനിക്ക് പുട്ടും കടലേ. പുട്ടും കടലേ. അപ്പൊ കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് ചാച്ചന് ഇഷ്ടം? കടലക്കറി എങ്ങനെയാ ഉണ്ടാക്കുന്ന അറിയത്തില്ല. അതിന്റെ ഭാര്യ ഉണ്ടാക്കും നന്നായിട്ട്. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. ഏത് കളറായിരിക്കും ഇഷ്ടം? കളറ് എനിക്ക് ഇഷ്ടം കളറ് കടലക്കറി ശരിയാ. കറി ഇംഗ്ലീഷ്. അപ്പൊ ശരിക്കും തോറ്റത് ക്വസ്റ്റ്യൻ ചോദിച്ചവരാണേ. നമ്മുടെ ആന്റി ആണോ? ചേച്ചിക്ക് ഒത്തിരി ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ട്രാവൽ ചെയ്യാൻ ഇഷ്ടം? എന്തുകൊണ്ടാണ്? ഒത്തിരി കാഴ്ചകളൊക്കെ കാണാം. ഇപ്പൊ ബസ്സാണോ കാറാണോ അതോ ഓട്ടോറിക്ഷയാണോ പ്ലെയിനിൽ പോകും. പ്ലെയിൻ ആണോ? ഏതാണ് ഇഷ്ടം? അത് അന്നേരം നമുക്ക് എത്ര രൂപ നമ്മുടെ കയ്യിലുണ്ടെന്ന് കാൽനട വാഹനത്തെ ബജറ്റ് ഫ്രണ്ട്ലി ആണ് ഉദ്ദേശിക്കുന്നത്. ഏത് ബജറ്റ് ഫ്രണ്ട്ലി. കൈ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടോ അപ്പം വീട്ടില് ഇങ്ങനെ താമസിച്ച് കുക്ക് ചെയ്യുന്നതാണോ പുറത്ത് പോയിട്ട് പുറത്തുള്ള ഭക്ഷണം സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നതാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടം. രണ്ടും ഇഷ്ടം. ഏതാണ് ഏറ്റവും ഇഷ്ടം? ഏറ്റവും രുചി ഏതിനാണോ അത് കൂടുതൽ ഇഷ്ടം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ചോറ് തന്നെയാണ്. ചോറ്. മമ്മി ഐസ്ക്രീം ഇഷ്ടമുണ്ടോ? ഇഷ്ടമില്ല. ഇഷ്ടമല്ല. മമ്മി ഐസ്ക്രീം കഴിക്കാറേ ഇല്ല? ഇല്ല. ഓ മമ്മി ആരും കണ്ടിട്ടില്ലല്ലോ മമ്മി. ഏത് ടൈപ്പ് ഡ്രസ്സുകളാണ് ആന്റിക്ക് ഇഷ്ടം? ഇച്ചിരി അയഞ്ഞ ഡ്രസ്സൊക്കെ എനിക്ക് ഇഷ്ടം. ഡ്രസ് ഓക്കെ. അപ്പൊ ജിജി ആന്റി ഔട്ട് ആയിരിക്കുകയാണ്. 2 minutes തികച്ചില്ല. നമ്മുടെ അവസരപ്പച്ചനാണ് കേട്ടോ. അവർക്ക് റെഡിയാണ്. ഓക്കെ നീ തന്നെ ആരംഭിച്ചു. കഴിഞ്ഞ ആഴ്ച അമേരിക്കയില് എത്ര ദിവസത്തെ ഫ്ലൈറ്റ്? അമേരിക്ക എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വേർഡാണോ? ഒരു രാജ്യം. അമേരിക്കൻ മലയാളം പറഞ്ഞു. എത്ര അവർ ജേർണി ഉണ്ടായിരുന്നു? 14 മണിക്കൂർ ഒരു സമയം അങ്ങോട്ടും പിന്നെ ഒരു 5 മണിക്കൂർ അടുത്ത ഞാൻ പറഞ്ഞില്ല. എന്റെ ഇഷ്ടമുള്ള ഗ്രഹം എന്ന് പറഞ്ഞിട്ടുള്ള ബുധൻ. ബുധൻ. ഓക്കെ. ബുധൻ. ഒത്തിരി ഉണ്ടായിരുന്നു. അത്യാവശ്യം സ്നോ ഉണ്ടായിരുന്നു. പിന്നെ മഞ്ഞൊക്കെ ഇഷ്ടംപോലെ ഭയങ്കര മഞ്ഞ് വീഴ്ചയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും രാവിലെ സ്നോയിങ് ഒക്കെ ആകുമ്പോഴത്തേനും? രാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങള് കിടന്നുറങ്ങും മെയിനായിട്ട്. അടുത്തത് നമ്മുടെ അധ്യാപികയിലേക്ക് പോകുന്നു. പറയൂ. നമ്മൾ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിച്ചോണ്ടിരുന്നത്? മലയാളം പഠിപ്പിച്ചാൽ എപ്പോഴും മലയാളം തന്നെയല്ലേ കൂടുതലും. അതല്ലേ മലയാളമാണോ അതോ സോഷ്യലും എല്ലാം പഠിപ്പിക്കണം? സോഷ്യലും സയൻസും എല്ലാം ഇല്ലായിരുന്നു. നമ്മൾ ഗണിതം പഠിപ്പിക്കായിരുന്നു. മാത്സ് മമ്മി നമ്മുടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റുഡൻസിന് അങ്ങനെയൊക്കെ ഉണ്ടോ? മമ്മി ആരെങ്കിലും അങ്ങനെ
ഇഷ്ടംപോലെ വരെ നമ്മൾ കാണാം. സ്റ്റുഡൻസിനെ നമ്മൾ കാണാറുണ്ടോ? ഈ എക്സാം സമയത്ത് ടെൻഷൻ ഉണ്ടാവും കൂടുതലായിട്ട്. ടെൻഷൻ മമ്മി എത്ര നേരം സംസാരിച്ചു? 33 സെക്കൻഡ്. അപ്പം ആന്റി മമ്മി പിന്നില്ലേ? ഓക്കെ ശോശി ബർത്ത്ഡേ പാർട്ടി ഒക്കെ നല്ലതായിരുന്നു. പിറന്നാളിന്റെ പരിപാടികളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? ഏകദേശം 60 പേരുണ്ടായിരുന്നു. നിങ്ങൾ ഹോള് ബുക്ക് ചെയ്തു? പുതിയ ഹോള് പുതിയ ഹോളായിരുന്നു. അത് പുതിയതായിരുന്നു. അല്ല ഫുഡൊക്കെ എന്തൊക്കെ ഫുഡ് ഉണ്ടായിരുന്നു? ഭക്ഷണം നമ്മുടെ ചോറും ഇറച്ചിയും ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. അത് പിന്നെ അപ്പം ഉണ്ടായിരുന്നു. പിന്നെ ആടിന്റെ ഇറച്ചി. ആടിന്റെ ഇറച്ചി കറി വെച്ചത്. ആടിന്റെ കറി വെച്ചതല്ലേ? ആടിന്റെ ഇറച്ചി ഉണ്ടാക്കി ഒരു കൂട്ടാൻ. പിന്നെ പിന്നെ മധുരം കേക്ക് ഉണ്ടായിരുന്നോ? കേക്ക് അടിപൊളിയായിരുന്നു. ശോശി ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഞാൻ കുറച്ചുണ്ടാക്കി. കേക്ക് ഉണ്ടാക്കുന്ന വിധം ഒന്ന് പറഞ്ഞു കൊടുക്കാം. അവിടെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാം. അത് ഞാൻ മൊത്തത്തിൽ ഞാനല്ല ഉണ്ടാക്കിയത്. ഞാൻ മേടിച്ചിട്ട് കൊത്തുപണികൾ ചെയ്തു. ഇവന്റെ പിറന്നാളിന്റെ കാര്യത്തിന്റെ അനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു. അതാണ് അതിനിടയ്ക്കിടയ്ക്ക് ഒരു ഹോൾ ഉണ്ടായിരുന്നല്ലോ. അതെ, കൊത്തുപണി ചെയ്തത്. എന്നിട്ട് അത് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതേ പോലെ ചില സാധനങ്ങൾ ഞാൻ അതിന്റെ അതെന്തായിരുന്നു, ഇത്ര വീഡിയോ നീ മറന്നോ? 4 ചക്ര വാഹനത്തിന്റെ അതായിരുന്നു. പലതരം 4 ഏക്കർ വെള്ളമുണ്ട്. ഏത് 4 ഏക്കർ വാഹനത്തിന്റെ? ഓട്ടോറിക്ഷയാണോ? അതിന്റെ ഡ്യൂട്ടി ഇല്ലായിരുന്നു. ഇന്ന് ജോലിയില്ലായിരുന്നു. ഇന്ന് അവധിയായിരുന്നു. നാളെ അവധിയാണ്. ഇന്നലെ അവധിയായിരുന്നു. കേക്കിന്റെ മിക്സ് എങ്ങനെയാണ് കേക്കിന്റെ മിക്സ് എങ്ങനെ ഉണ്ടാക്കുന്ന അതിന്റെ ബട്ടർ ബട്ടർ ഉണ്ടോ? ഈ ബട്ടറിന് ആഡ് ചെയ്യുക എസൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. വെണ്ണയുണ്ട്, പഞ്ചസാരയുണ്ട്, പാലുണ്ട്. ഇതെല്ലാം നമ്മള് പ്രത്യേക അനുപാതത്തിൽ ഇളക്കണം. മുട്ടയുടെ വെള്ളം ഉപയോഗിക്കാം. മഞ്ഞ ഇഷ്ടമില്ല അവർക്ക്. അമ്മയുടെ മോളാണ് ടീച്ചർ. അമ്മയുടെ ശിക്ഷണത്തിനാണ് ഞാൻ മനുഷ്യന്മാര് സംസാരിക്കുന്നവരാണ്. അപ്പൊ ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ചോറും ഇറച്ചിയും. ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല ചോദിക്കാൻ. അമ്മ കോപ്പിക്ക് എന്നെ ഓടിക്കും 4 ചക്രമുള്ള വാഹനം. ലൈസൻസ് സാധാരണ അല്ല ഇവിടെ വെച്ച് ഓടിക്കാൻ പറ്റും. ലൈസൻസ് ഒക്കെ വേണം ഇവിടെ ഓടിക്കാൻ. അതിനുള്ള സംഗതി എടുത്തിട്ടുണ്ട് ഞാൻ. ലൈസൻസ് ഓടിക്കാനുള്ള ഇവിടെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടോ? ഫുഡ് വന്നിട്ട് വേസ്റ്റ് ആക്കിയോ? ഇല്ല, ഞാനൊന്നും അങ്ങനെ കളയാറില്ല. അല്ല വേറെ ആൾക്കാർ ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോ അവര് ചെയ്തിട്ടില്ല. എല്ലാവരും എടുത്ത മുഴുവൻ കഴിച്ചു. മട്ടൺ സ്റ്റൂ നല്ലതായിരുന്നു. മട്ടൺ സ്റ്റൂ നല്ലതായിരുന്നു. ആടിന്റെ കറി സോറിനെ പൊട്ടിക്ക എളുപ്പമായിരിക്കും. കാണാൻ പോകുന്ന അദ്ഭുത പെർഫോമൻസ് ആണ്. അയ്യോ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഞാനോ രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളായിട്ടാണ്. ഞാനിങ്ങനെ നമ്മുടെ ഈ എന്താ പറയാ വയ്യാതാവുമ്പോഴത്തേക്ക് മെഡിസിൻസ് സാധാരണ കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാം കൊടുക്കും. എല്ലാം കൊടുക്കും. വേദനയ്ക്കൊക്കെ ഉള്ളത് കൊടുക്കും. പിന്നെ ഇഷ്ടംപോലെ കൊടുക്കാറുണ്ട്. അപ്പൊ ഡ്യൂട്ടി ടൈമിംഗ് എങ്ങനെയാ? അത് വന്നിട്ട് നമ്മൾ രാവിലെ എഴുന്നേക്ക ഒരു രാവിലെ തൊട്ടൊരു എന്താ പറയാ 8 മണി തൊട്ടത് തുടങ്ങും. സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാ കിട്ടും 8 മണിക്ക് തീരുന്നപ്പോഴാ? തീരുന്നത് ചിലപ്പോ ഒരു 5 മണിയാവും 4 ആവും. അത് നമ്മുടെ കൂടുതലുള്ള നഴ്സുമാരൊക്കെ എങ്ങനെയാണ്? ഓസ്ട്രേലിയൻസ് ആണോ അതോ ഇന്ത്യക്കാരുണ്ടോ നേപ്പാളീസ്? എല്ലാവരും ഉണ്ട്. അല്ല, ഏതൊക്കെയാണ് കൂടുതൽ? എല്ലാവരും ഇവിടുത്തെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഓസീസ് ഉണ്ടോ? ഉണ്ട്. ഓസീസിന്റെ പ്രത്യേകത പറയാം. നല്ല മനുഷ്യരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. യൂണിഫോം ഒക്കെ ഉണ്ടോ? എല്ലാം ഇടും. ഏത് ഡ്രസ്സാ ഇഷ്ടം? എല്ലാം ഇഷ്ടമാണ്. പാൻസ് ആണോ, ജീൻസ് ആണോ, സ്കേർട്ട് ആണോ, ടോപ്പ് ആണോ, സാരി ആണോ, ചുരിദാർ ആണോ? നന്നായിട്ട് മറിഞ്ഞെടുക്കുന്ന എല്ലാം എനിക്ക് സാരി ഇഷ്ടമാണ്. മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടം. എന്താ ഏറ്റവും ഇഷ്ടം മേക്കപ്പ് ചെയ്യാൻ? കണ്ണെഴുതാണ് എനിക്ക്. എന്തുകൊണ്ടാണ് കണ്ണെഴുതുന്നത് നമ്മള്? എന്ത് നമ്മള് കരി വെച്ചിട്ട് കരിയുടെ തന്നെ ഇങ്ങനെ വെള്ളം പോലിരിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള സാധനം.
ദ്രാവക Eyeliner എന്ന് പറഞ്ഞാ പോരെ? അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. നിങ്ങൾക്ക് അറിയാമോ? ഫൗണ്ടേഷൻ ഇടുവോ? ഫൗണ്ടേഷൻ ഇല്ല. ലിപ്സ്റ്റിക് ഏതിനുള്ള ഇഷ്ടം? Makeup ഞാൻ ചെയ്യാറേ ഇല്ല. ചുമന്നിരിക്കണം എനിക്ക്. ചുവന്ന. ലിപ് ഗ്ലോസ് ഇടുവോ? ഇടാറില്ല. ഇടാറില്ല. ഓക്കെ. ഏത് കളറാണ് ഇഷ്ടം? ഏത് കളറാണ് ഇഷ്ടം? എനിക്ക് കറുപ്പ് ഇഷ്ടമാണ്. മഞ്ഞ നമ്മുടെ ഇതില്ലേ നമ്മുടെ എന്താ തക്കാളി, ടൊമാറ്റോയാണ് ഏറ്റവും ഇഷ്ടം. വീട്ടിൽ ഇറങ്ങി കൃഷിയുണ്ട്. പയറുണ്ട്. അമ്മ അവിടെ ഒത്തിരി നട്ട് വെച്ചിട്ടുണ്ട്. പയറുണ്ട്, പിന്നെ വെണ്ടയ്ക്കുണ്ട് അല്ലേ അമ്മ? പിന്നെ യൂട്യൂബ് ചാനൽ എന്തായിരുന്നു? അറിയത്തില്ല അമ്മ പറഞ്ഞു. അറിയത്തില്ല. അത് പറ്റത്തില്ല. യൂട്യൂബ് ചാനൽ പേര് പറയാം. അറിയത്തില്ല. അങ്ങനെയല്ല, ഇപ്പോഴത്തെ എന്റെ സാഹചര്യം വെച്ചിട്ട് എനിക്ക് പറയാം. മലയാളി ഉണ്ട്. ഓക്കെ സാർ. സോങ്സ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് ട്രാവൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടം? പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏത് കൺട്രിയാണ്? എനിക്ക് സ്വിറ്റ്സർലാൻഡിൽ പോകാനാണ് ഇഷ്ടം. അപ്പൊ ഹോട്ടലൊക്കെ താമസിക്കാൻ പറ്റില്ലേ? വരുമായിരിക്കുമല്ലോ ഹോട്ടല് ഏത് ഹോട്ടൽ? 3 സ്റ്റാർ 5 സ്റ്റാർ അങ്ങനെ? നമ്മുടെ കയ്യിലുള്ള പൈസക്ക് ഒതുങ്ങുന്നത് എന്നാന്ന് വെച്ചാൽ അവിടെ താമസിക്കും. ഓക്കെ. ഈ കാല് കിടക്കുന്ന ഗോൾഡ് ആണോ ഡയമണ്ട് ആണോ സിൽവർ ആണോ? അത് പൊന്നാണ്. ആ പൊന്നാണ്. എത്ര ഗ്രാം വരും? പവൻ അറിയത്തില്ല, തൂക്കം അറിയത്തില്ല. അറിയത്തില്ല. പൊന്ന് ഇഷ്ടമാണ്. പൊന്നിടും. അപ്പൊ സോനു വിജയിയായിട്ട് പ്രഖ്യാപിച്ചാലോ? അപ്പൊ നമ്മള് സോനു നമ്മളുടെ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ്. കടത്തി വിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു. പപ്പ നമ്മുടെ പപ്പേന്റെ സ്വന്തം ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കാണ് കേട്ടോ അല്ലേ പപ്പ? സോറി ജോ, നീ അവത്തെ ബ്രേക്ക് ഔട്ടണം കേട്ടോ. ഇടയ്ക്കിടയ്ക്കില്ലേ നീ വീഴും കേട്ടോ. ആണോ? ആന്റി എന്താണ് പരിപാടി? ഓസിയമ്മ മലയാളീന്റെ പുതിയ വീഡിയോ ഔട്ടായിട്ടുണ്ട്. അതിന്റെ കമന്റ്സ് ഒക്കെ വായിക്കാണ് കേട്ടോ ആന്റി. എനിക്ക് ഏറ്റവും ഇഷ്ടം കമന്റ് വായിക്കാനാണ്. ഓക്കെ. അപ്പൊ കമന്റ് എല്ലാരും ഇടുക അല്ലേ? മമ്മി വീഡിയോ കാണാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ മമ്മി മൊബൈലൊക്കെ ആയിട്ട് വന്നിരിപ്പുണ്ട് പുറത്ത്. എന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടിട്ട്. മമ്മിക്ക് മൊബൈലിൽ കാണുന്ന ഇഷ്ടം. സോനു ഇവിടെ എന്താണ് പരിപാടി? ഇത് ആരാണിത് ഊഞ്ഞാലെ കിടക്കുന്നത്? മിറ ചോറുണ്ടോ കേട്ടോ? അല്ല, മുട്ടച്ചോറ് ആണോ മിറ? ചോറ് ടോക്കിംഗ് ടോം കാണാം കേട്ടോ മിറ. മിറയുടെ ഫേവറേറ്റ് ഷോ ടോക്കിംഗ് ടോം ആണോ? അങ്ങനെയൊന്നും ഇല്ല. എല്ലാം ഇഷ്ടം. ഗമി ബെയർ ഇഷ്ടമാണ്, ടോക്കിംഗ് ടോം ഇഷ്ടമാണ്, ടെലിറ്റബീസ് ഇഷ്ടം, അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ. ജോക്കുട്ടൻ നമ്മുടെ മിറക്കുട്ടിയും റീബൂട്ടിനും കൊടുത്ത സ്കൂട്ടറിലാണ് ഇപ്പോൾ ഫുൾ ടൈം പ്രാക്ടീസ്. ഇപ്പോൾ ഓടിക്കാൻ ജോ കുറേ പഠിച്ചു കേട്ടോ. പക്ഷെ ഇടയ്ക്ക് തടസ്സങ്ങളൊന്നും പാടില്ല. പാത്രങ്ങൾ, ഓസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ജോ മാറ്റി നിർത്തിയേക്കാണ്. അതെ, ഞങ്ങള് വന്നിട്ടുണ്ട്. ആരുടെ ശല്യം ഇല്ലാതെ വീഡിയോ കാണാൻ വന്നതാണ്. ഇനി അകത്താരും ഇല്ല. ഇപ്പൊ എല്ലാരും പുറത്ത്. ഇവിടെ എങ്ങനെയുണ്ട് അങ്ങളെ ക്ലൈമറ്റ്? ഡബോനെ അപേക്ഷിച്ച് കാൻബറയിലെ ക്ലൈമറ്റ് ആണോ? ഇവിടെ സാധാരണ നമുക്ക് ആണോ? ആ, ഇവിടെ കാറ്റ് അങ്ങനെ വരാറില്ല. മഴയാണെങ്കിൽ മാത്രമേ കാറ്റ് വരത്തുള്ളൂ. പക്ഷെ അവിടെ ആ ഒരു ചൂടുണ്ട്. ചൂടില്ലാതെ പറഞ്ഞില്ല. കാറ്റ് കാറ്റുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ വീടുള്ളതുകൊണ്ട് കാറ്റ് അധികം. എന്നാലും ഇവിടുത്തെ ഇങ്ങനത്തെ ക്ലൈമറ്റ് കുറവാണ് ഇവിടെ വർഷത്തില്. കൂടുതൽ സമയം നടത്താം. അപ്പൊ നമ്മളുടെ വീട് പൂട്ടിപ്പോയല്ലേ? അതെ, ഞങ്ങളെല്ലാം കാറ്റ് കൊള്ളാൻ പുറത്തിറങ്ങിയിരുന്നു. അപ്പൊ അകത്തും പറ്റി. ലാസ്റ്റ് ഇറങ്ങിയ ആള് ഇത് പൂട്ടിയേച്ച് ഇറങ്ങിയത്. ലാസ്റ്റ് ഇച്ചയാണ് ഇറങ്ങിയത്. ഇച്ചയും കഥക് പറയണില്ല കേട്ടോ. പോട്ടെ, കൊച്ചിന് ദാഹിക്കുന്നുണ്ട്. ഇപ്പൊ ജോഹാന് വെള്ളം വേണോ? വീട് പൂട്ടി പോയെന്ന് പറഞ്ഞപ്പോ ജോക്ക് ഇപ്പൊ വെള്ളം വേണം. അതെ, വിശക്കുന്നു. ഒരു വിശപ്പും ദാഹവും. അതെ. ഈ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തു കൊടുത്തേ. ഇത് നമുക്ക് കുടിക്കാൻ കൊള്ളുന്ന വെള്ളമാണ്. അപ്പൊ അവന് വിശക്കുന്നുണ്ട്. അതപ്പോ ഇവിടുന്ന് കിട്ടുകയാണെന്ന് അറിയാം.
ഇന്നലെ പുറത്ത് KFC വല്ലതും പോകേണ്ട വരുവോ വിശപ്പ് മാറ്റാൻ? അപ്പൊ ഔസേപ്പച്ചനകത്തുണ്ട്, ഉറങ്ങുവാണ്. ഞങ്ങള് ഫോൺ വിളിച്ചു, സൈലന്റ് ആണെന്ന് തോന്നുന്നു, പറഞ്ഞിട്ടില്ല. ഇതുവരെ ആൾ ഏറ്റിട്ടില്ല കേട്ടോ. ആ അതെ, ഔസേപ്പച്ചൻ വരുന്നുണ്ട് കേട്ടോ അവസാനം. ഞങ്ങളെല്ലാം പെട്ടുപോയടാ. അപ്പൊ ഔസേപ്പച്ചൻ അകത്തില്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് പെട്ടേനെ നല്ല രീതിയില്. ഇച്ചാന്റെ ഫോൺ അകത്താണ്, ഫോണിനകത്തുണ്ട് ഗരാജിന്റെ ഇത്. വഴികളെല്ലാം ആലോചിച്ചു. അതെ, പിന്നെ ഒരു രക്ഷയില്ലെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ട്. അതെ, എങ്ങനെയെങ്കിലും ചെയ്തേനെ നമ്മള്. എനിവേ ഔസേപ്പച്ചനകത്തുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പമായി. ഇന്ന് കുറെ പേര് പകലെല്ലാം കിടന്ന് ഉറങ്ങി, അതുകൊണ്ട് ആർക്കും ഇനി രാത്രി ഉറക്കൊന്നും. അപ്പൊ ശരിക്കും നമ്മള് ശ്രദ്ധിക്കണം, ഇറങ്ങുമ്പോ ഈ കഥക് ലോക്ക്ഡ് ആക്കിയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ. ലോക്ക് വീണിരിക്കുവായിരുന്നു, അപ്പൊ അത് അടച്ചപ്പോ ലോക്കായി പോയി. നല്ല തമാശയായി ശരിക്കും. അത് നമ്മൾ എന്താണ് ചെയ്ത്, പപ്പയുടെ ഫോണിലുണ്ടായിരുന്നു. പപ്പയുടെ ഫോണിൽ ഗരാജിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ തുറന്നു. ആ നാട്ടിൽ നിന്ന് കേട്ടോ, ശരിയാ. ആ ഞങ്ങൾ ഇവിടെയായിരുന്നു, സംഭവം ലോക്കായി പോയി. ഇച്ചാന്റെ ഫോൺ അകത്തായി പോ എന്തോ ചെയ്തു. അങ്ങനെ പപ്പ നാട്ടിലിരുന്ന്, പപ്പാക്ക് ഈ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, പപ്പ നാട്ടിൽ നിന്ന് തുറന്നു. അത് അവൻ എടുക്കും. പക്ഷെ അങ്ങനെ ഫോണിനകത്ത് നമുക്ക് ഇടാം. അപ്പൊ എല്ലാരും ശരിക്കും പറഞ്ഞാൽ ഫോണിൽ ഇങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോ നമുക്ക് ഫോണിൽ കൂടെ തുറക്കാൻ പറ്റും. അതെ, പോയമ്പോ അതെ 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 അതെ. ആ പപ്പ കേരളത്തിൽ ഇരുന്ന് ഓസ്ട്രേലിയ ഗരാജ് തുറന്നു. അതെ, അകത്ത് കയറ്റി രക്ഷിച്ചു. ജോ വിശപ്പ് പോയോടെ ഇപ്പൊ നിനക്ക്? ആ ഓക്കെ, ഞങ്ങളൊന്ന് കറങ്ങാൻ പോയിട്ട് വരാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഇന്ന് രക്ഷപ്പെട്ടു. പിന്നെ നമ്മള് അതെ, അപ്പൊ നമുക്ക് എന്നാ നമ്മുടെ വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, നമ്മുടെ വ്ളോഗ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വൈൻഡ് അപ്പ് ചെയ്യുന്നില്ല. ആ ഞങ്ങൾ ജസ്റ്റ് ചെറുതായിട്ട് പിടിക്കുക. ഇത് തോമസ് ചേട്ടനാണ്, നമ്മുടെ മുമ്പിലത്തെ വീഡിയോ ചേട്ടൻ വന്നിട്ടുണ്ട്. തൊട്ട് ഞങ്ങൾ ഒരു ഫെൻസ് ആണ് ഷെയർ ചെയ്യുന്നത്, ആ വീട്ടിലാണ് ചേട്ടൻ. അതെ അതെ, ആ ഇപ്പൊ കാണും, ഇപ്പൊ കാണും. ജോ കണ്ടു. ആ അതെ, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. റോസപ്പൂക്കൾക്കിടയിൽ ഒരു തല കണ്ടോ നിങ്ങളെല്ലാരും? അതാണ് നമ്മുടെ ചേച്ചി. ഞങ്ങള് തൊട്ട് ഒരു ഫെൻസ് ആണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അത് അവരുടെ ബാക്ക് യാർഡ്, ഞങ്ങളുടെ ബാക്ക് യാർഡ്. ചേച്ചി എന്നാ പരിപാടി? ഇല്ലല്ലേ, അവര് മേളിലുണ്ട്. ചേച്ചിക്ക് ഓഫായിരുന്നു ഇന്ന്? ഇല്ല, മോർണിംഗ് ആയിരുന്നു. ആണോ? നാളെ ഉണ്ടോ? ഇല്ല, ഇനിയിപ്പോ 2 ദിവസത്തേന് ഓഫാ. എനിക്ക് നാളെയും കൂടി ഓഫുണ്ട്. ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് പപ്പ ചോദ്യം കൊണ്ട് വന്നത്. ഓക്കെ, അപ്പൊ പപ്പ പ്രത്യേകം തയ്യാറാക്കി കുസൃതി ചോദ്യങ്ങള് അങ്കിള് നമുക്ക് വേണ്ടി ചോദിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെയാ? അറിയാവുന്ന രാജ്യം പറയുമോ? ആ കേട്ടോ, കാണത്തില്ല കൈ വെക്കും. അറിയാമെങ്കിലേ കൈ വെക്കാവുള്ളൂ കേട്ടോ. ഓക്കെ, ചോദിക്കാൻ പോവാം. നിങ്ങളുടെ മുന്നിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, എന്താണ്? ഓ, രണ്ടുപേരും ഒരുമിച്ച് ആദ്യം മമ്മിയെ മമ്മി ജോ പറ. അല്ല, അത് ഞാൻ പറയില്ല, അത് ലാസ്റ്റ് പറയാം. നിങ്ങളുടെ മുന്നിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. തോമസ് ചേട്ടൻ. മൂക്കാണ്. ഇനി അടുത്തത് ആൻസർ ലാസ്റ്റ് പറയുള്ളൂ. ഞാൻ പറഞ്ഞത് കണ്ണിന്റെ ഇത്. കണ്ണിന്റെ ഇനി ജോ ഇൻവിസിബിൾ. മിടുക്കൻ. ആൻസർ ഉണ്ടോ?
മുന്നിലുണ്ടെന്നല്ലേ പറയുന്നത്, ഒരു പുറകെ കാണാൻ മേലെന്ന്. ഞാൻ പറയുന്ന വായു. അത് ചേച്ചി കൈ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പുറകിലില്ലേ? ചേച്ചിയുടെ മുമ്പിലേ ഉള്ളൂ. എന്നാ എന്നിട്ട് ഡാഡി വരാമോ? ഇതൊന്നും അല്ല ഉത്തരം, ഇതൊന്നും അല്ല ഉത്തരം. ഫ്യൂച്ചർ, ഭാവി. ഭാവിയോ അത് കറക്റ്റാണ്. അടുത്തത് ഇനി അടുത്തത് ഡാഡി മമ്മിയാകുന്ന സ്ഥലം ഏതാണ്? എന്നാ ഡാഡി മമ്മിയാകുന്ന സ്ഥലം ഏതാണ്? ആ പറഞ്ഞു. ചേച്ചിയുടെ കൈ അവിടെ ഉണ്ട്. ആ പറ. കേട്ടില്ല. ആ പറ. ഈജിപ്റ്റ്. അവന്റെ കണക്ക് അവന്റെ സാമ്യമുണ്ട്. ജൊഹാന്റെ സാമ്യം ഉണ്ടെന്ന്. വെഡിങ് വെഡിങ് അതല്ല, ഇതൊന്നും അല്ല. ഉത്തരം അതല്ല. ഈജിപ്റ്റ്. ചോദിക്കുവാണ്, വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് ആരാണ്? ഓഗസ്റ്റ്. ഓഗസ്റ്റ്. കൈ പൊക്കാൻ പറഞ്ഞു. എനിക്കൊക്കെ ഒന്നും അറിയാൻ മേല. അല്ല, ഞാൻ പറയാം ഓഗസ്റ്റ്. 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 അപ്പൊ അതിന്റെ ഉത്തരം ചേച്ചിക്ക് 1 പോയിന്റ്, ചേച്ചിക്ക് 1 point. എനിക്കും അറിയത്തില്ലടാ. അടുത്തത്. ഇനി അടുത്തത് ചോദിക്കുവാണ്, പോലീസ് പിടിക്കുന്ന പഞ്ചസാര എന്ത് പഞ്ചസാരയാണ്? ഓക്കെ, നിമിഷം ഒരു പോയി. എന്നാ ജോ പറ പറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങള്. അയ്യോ ഞാൻ പോവാ. ശരിയാ. അയ്യോ. ഓക്കെ. കറക്റ്റ് ആണോ? എനിക്ക് 2 പോയിന്റ്. അടുത്തത്. ഏത് രാജ്യത്തിനാണ് വർഷത്തിൽ 13 ദിവസം ഉള്ളത്? 13 മാസം ഉള്ളത്? ഏത് രാജ്യത്തിലാ? ഏത് രാജ്യത്തിനാണ് വർഷത്തിൽ 13 മാസം ഉള്ളത്? അറിയാവുന്നവര് കൈവോക്ക്. ബുദ്ധിജീവികളോട് ചോദിക്കണ്ടേ? വർഷത്തിൽ 13 മാസം ഉള്ളതാ. ക്രിസ്മസിനാണോ? 13 മാസം. ഓപ്ഷൻസ് പറയാം. ലൈബീരിയ, മൊറോക്കോ, നൈജീരിയ, എത്യോപ്യ. നൈജീരിയ. ഇനി ഏതെങ്കിലും ഉണ്ടോ? ചേട്ടാ അച്ഛൻ പറഞ്ഞ ആൻസർ പറഞ്ഞു. എത്യോപ്യ. അതൊരു ബ്ലൈൻഡ് ഷൂട്ട്. പൊട്ടക്കടന്റെ മാവേറെ 1 പോയിന്റ് കിട്ടി. ബാക്കി എന്തായാലും ആണ്. അടുത്തത്, പെണ്ണുങ്ങൾ ഇടത്തെ കയ്യിലും പെണ്ണുങ്ങൾ വലത്തെ കയ്യിലും അയ്യോ ഇതെനിക്കറിയാം. വാച്ച് കെട്ടുന്നത് എന്തിനാണ്? അയ്യോ ഈ എന്തിനല്ല, എന്തുകൊണ്ട്? കൈ കൊണ്ട്. കൊണ്ട് അങ്ങനെയാ ചോദ്യം. എന്തിനാണ്? എന്തിനാണെന്നാ? സമയം നോക്കാൻ. അല്ല ഇത് എന്തോ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയാണോ ക്വസ്റ്റ്യൻ? ഞാൻ ഇത് സ്റ്റാർ മാജിക്കിൽ തോമസ് എന്ന് അറിയാമോ? ആണുങ്ങൾ എടുത്തും ആണുങ്ങൾ എടുത്തും അതെന്നാ ആൻസർ? സമയം നോക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞു. കറക്റ്റാണോ? സമയം അത് നോക്കാം. കുസൃതി ആന്റി. ഓക്കെ, സമയം നോക്കാം. അത് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ ആന്റിക്ക് 3 പോയിന്റ്. എന്റെ തൊട്ടുകൂട്ടും, പക്ഷെ സദ്യക്ക് എടുത്തിട്ടില്ല. കാൽക്കുലേറ്റർ. വെളുക്കുമ്പോൾ കറക്കുമ്പോൾ വെളുക്കുന്നതും എന്തിനാണ്? എന്താണ്? ഞാൻ പറയാം. പാല്. പശുവിനെ കറക്കുന്നത്. പശുവിനെ കറക്കണം. ആടിനെ കറക്കില്ല. ആടിനെ കറക്കില്ല. ഉഴുന്ന്. വെളുക്കുമ്പോൾ കറുക്കുന്നത്, കറക്കുമ്പോൾ വെളുക്കുന്നതോ? ചറവ ആൻസർ. കളവ. പാല് പശുവിനെ കറക്കുന്നത്. വെളുപ്പിന്നെ വെളുക്കുമ്പം കറക്കുന്നു, എന്നിട്ട് കറക്കുമ്പം വെളുക്കുന്നു. കറക്കുമ്പോ വെളുക്കുന്ന പാല് കറക്കുമ്പോ അതാ ഉദ്ദേശിച്ച കറക്റ്റ് പാലാണോ? അത് കറക്റ്റാണോ? അത് കറക്റ്റ്. എനിക്ക് ഹാഫ് പോയതാ. താറാവുകൾ ഒന്നിനു പുറകെ ഒന്നായി നടക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ പറയാം. അല്ല, ബായ്ക്ക് മുമ്പ് ഇരിക്കുന്ന താറാവ് പറയും. അത് വായിക്കുന്നില്ല. അത് ബായ്ക്ക് തന്നില്ല. താറാവ് കരുന്ന ഞാൻ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. മലയാളം പഠിച്ച് അവര് ഈ മമ്മി എല്ലാം പഠിച്ചിട്ട് പപ്പയാണോ ഞാനാണോ എഴുതിയത്?
എല്ലാരും പോകുമ്പോ വീട്ടിൽ നിന്ന് പഠിത്തമാണ് മമ്മി എപ്പോഴും ഇത് റെഫർ ചെയ്തോണ്ടിരിക്കുക പുതിയ പുതിയ ബുക്കൊക്കെ വായിക്കും. ഓൾഡ് ഫാഷൻ. അടുത്ത ദിവസം ചോദിച്ചു മീനുകൾ അയക്കുന്ന ആഴ്ചയിലെ ഒരു ദിവസം ഫ്രൈഡേ ആ അയ്യോ നമ്മളെന്തിനാണ് പിരിക്കുന്നത്? അപ്പൊ വിന്നറിനെ പ്രഖ്യാപിച്ചോ? ഈ ആകെപ്പാടെ 2 ഇനി ചോദ്യം ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ആന്റി മിന്നലും വൈദ്യുതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ പറയാം മിന്നലിന് പ്രകാശം കിട്ടും വൈദ്യുതിക്ക് പ്രകാശം കിട്ടും പക്ഷെ കാശ് കൊടുക്കണം ആണോ അത് കറക്റ്റാണോ? പൈസ കൊടുക്കണം പറ ശരിക്കും പറ. മിന്നൽ എന്ന് പറഞ്ഞ പ്രകാശം വിട്ട് നമുക്ക് പൈസയുടെ ചെലവില്ല ഒരു ചെലവില്ല ഒരു ചെലവില്ലാതെ വെട്ടം കിട്ടും മറ്റേ കാശ് കൊടുത്ത് നമ്മള് വൈദ്യുതി എടുക്കണം അടുത്ത പറയാൻ പറ്റുമോ നോക്കട്ടെ. അടുത്ത കുടുംബന്റെ ഫാദറിന്റെ പേരെന്താ? ഞാൻ പറയാം ആൻഡപ്പൻ കുടുംബം കാണാൻ ഞാൻ കുടുംബം പറയട്ടെ. ഓക്കേ, അപ്പൊ ഈ മത്സരത്തിലെ വിജയി ആരാന്നുള്ളത് അല്ല ഈ മത്സരമേ വേണ്ടാന്ന് നിശ്ചയമായി നമുക്കൊന്ന് നമ്മളെല്ലാരും തോറ്റു എന്റെ ശൈലി സഹിക്കാൻ പറ്റാത്ത മത്സരമേ വേണ്ടാന്ന് വെച്ചില്ല ആന്റിയുടെ കൂടെ പങ്കെടുക്കാൻ തക്ക ലെവലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കുസൃതി ചോദ്യ മത്സരങ്ങളും ഒക്കെ ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലേ. അപ്പൊ എന്തായാലും ആന്റിയാണ് വിജയിച്ചിരിക്കുന്നത്. അതിന്റെ അകത്ത് സമ്മാനം സോനുവിന് വിജയിച്ച അതിന് സമ്മാനമുണ്ട്. അപ്പൊ 2 സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ 2 ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. കറക്റ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല അടിപൊളി ദിവസമായിരുന്നല്ലേ ഇന്ന്. ഇപ്പൊ രാത്രി ആയി, ശരിക്കും ഒരു 8 മണി ആകാറായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്നാ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ. ഓക്കെ.